ഹലോ. അപ്പോൾ നമ്മുടെ ഇഫ്താർ വ്ളോഗിൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, പോളയുടെ റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അധികം കമൻ്റ് ഒന്നും വരാറില്ല, അപ്പോൾ ഈ വന്ന കമൻറ്റിന് ഒന്ന് പരിഗണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ചിക്കൻ പോളയുടെ റെസിപ്പിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഇഫ്താർ ഐറ്റംസും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാം, പക്ഷേ ഇന്ന് ഞാനിവിടെ ചിക്കൻ പോളയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, പിന്നെ കുറച്ച് നാരങ്ങാനീരും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് മസാലയ്ക്ക് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇനി ഈ ചിക്കൻ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ എല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പാനിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിലിങ് മാറ്റിയിട്ടുണ്ട്, അത്ര ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഓയിലിൽ ഒരു 2 മീഡിയം സൈസ് സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന ടൈമിന് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ പോള മുട്ട വെച്ച് ഉണ്ടാക്കാം. മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 മുട്ട പുഴുങ്ങി എടുത്തിട്ട് ഈ ടൈമിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ ചിക്കനും സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് മൈദമാവ് എടുക്കുന്നുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പാലും കൂടി എടുക്കുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ്. അപ്പോൾ ഒരു 2 മുട്ടയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, കുറച്ച് ഉപ്പ് മതി, കാര്യം നമ്മൾ ഫില്ലിങ്സിലും അത്യാവശ്യം ഉപ്പുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ബാറ്ററിന് ഭയങ്കര കട്ടി കൂടി പോവുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ പോള ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സിലിക്കൺ മോൾഡിലാണ്. അതിന് വേണ്ടിയിട്ട് മോൾഡിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാറ്ററിനും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കണം, കോക്കനട്ട് ഓയിൽ എടുക്കാൻ പാടില്ല. ഇനി നമ്മുടെ മോൾഡിലേക്ക് ആദ്യം ഒരു ലെയർ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. സിലിക്കൺ മോൾഡിൽ തന്നെ ചെയ്യണം എന്നില്ല. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഡയറക്റ്റ് ബാറ്റർ ഒഴിച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിനി ഒരു ലെയറും കൂടി ബാറ്റർ ഒഴിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് സമയം വേണ്ട, 1-2 മിനിറ്റ് മാത്രം മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് അടുത്ത ലെയർ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ റെഡിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ മാവൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പോളയെല്ലാം റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ അല്ലാതെ നമ്മൾ പാനിലൊക്കെ പോള ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് വെന്ത് വരാൻ നല്ല ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് 5 മിനിറ്റിൽ തന്നെ റെഡിയാവും. അങ്ങനെ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഇഫ്താർ ഐറ്റംസ് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ചിക്കൻ റോളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ ഇന്നും നമുക്ക് അറബി വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സും ഷോർബയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലുക്കൈമത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാങ്ക് കേട്ടപ്പോൾ ഇതൊക്കെ കഴിച്ച് നമ്മുടെ നോമ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് കഴിക്കാനുണ്ടായിരുന്നത് ചീനി പുഴുങ്ങിയതായിരുന്നേ. അപ്പോൾ ചീനിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂര
മീൻ അച്ചാറും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒരു കട്ടൻ ചായയുടെ കുറവും കൂടി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി കുറച്ച് കട്ടൻ ചായയും കൂടി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചീന പുഴുങ്ങിയതും പുളിമുളകും ചിക്കൻ കറിയും കുറച്ച് ചുരമീൻ അച്ചാറും പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും, അങ്ങനെ ഇതെല്ലാം കൂടി ആയപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഇഫ്താർ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്